ഇന്ന് നമുക്ക് നിങ്ങളുടെ വ്യക്തിയുടെ എനർജി ചെക്ക് ചെയ്യാമല്ലോ. എല്ലാവരും മനസ്സിൽ വിചാരിക്കുന്ന പേഴ്സന്റെ എനർജി ഞാൻ നോക്കാം. ആദ്യത്തെ 5 വന്നിരിക്കുന്നത് ഹീറോഫന്റ് ആണ്. രണ്ടാമത്തെ 5 വന്നിരിക്കുന്നത് നാനോ കപ്പാണ്. മൂന്നാമത്തെ കാർഡ് ഡെത്ത് ആണ് വന്നിരിക്കുന്നത്. നാലാമത്തേത് 5 ഓഫ് സോർഡ്സ് ആണ് വന്നിരിക്കുന്നത്. അഞ്ചാമത്തെ കാർഡ് വന്നിരിക്കുന്നത് 3 ഓഫ് സോർഡ്സ് ആണ്. ആറാമത്തെ കാർഡ് വന്നിരിക്കുന്നത് സോർട്സ് ആണ്. അപ്പം ഇതാണ് നമുക്ക് സ്പ്രെഡ് വന്നിരിക്കുന്നത്. അപ്പം ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്നത് ഇപ്പം ഇതില് ചില പേഴ്സന്റെ എനർജി നോക്കിക്കഴിഞ്ഞാൽ ചിലവർക്ക് ഒരു മാനസിക ദുഃഖമുള്ളതായിട്ടും പ്രശ്നങ്ങളുള്ളതായിട്ടും ഒക്കെ തോന്നുന്നു. ദുഃഖിച്ചിരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ദുഃഖമാണെങ്കിൽ അത് മുന്നിലോട്ടൊരു സന്തോഷത്തിന് കാരണമാവും. ഇപ്പോഴത്തെ ദുഃഖങ്ങൾ ആവശ്യമില്ലാതെ നമ്മൾ ഓരോന്ന് ഓർത്ത് ദുഃഖിക്കുകയാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പിന്നെ ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്നത് ഹീറോഫന്റ് ആണ്. ഹീറോഫന്റ് കാർഡ് എന്ന് പറയുമ്പോൾ ആ വ്യക്തി ഒത്തിരി മേൽക്കോയ്മ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയിൽ ഒരു സ്പിരിച്വൽ അവേക്കനിങ് നടക്കുന്നുണ്ട്. അപ്പൊ അത് ആ സ്പിരിച്വൽ അവേക്കനിങ്ങിന്റെ ഭാഗമായിട്ട് പുള്ളിയിലുള്ള ആ ഒരു നേതൃത്വ മനോഭാവം മറ്റുള്ളവരിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുന്നു എന്നാണ് ഈ കാർഡ് നമുക്ക് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെയൊക്കെ ഒത്തിരി കൺട്രോളിങ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ആ വ്യക്തി എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനു മുമ്പ് ഒരു കഴിഞ്ഞ മുന്നോട്ടുള്ള പോക്കായിരുന്നു എങ്കിൽ ഇപ്പൊ അതിനൊക്കെ ഒരു കൺട്രോൾ വന്നിട്ടുണ്ട്. മറ്റുള്ളവരെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു എനർജിയിലേക്ക് ആ വ്യക്തി വന്നിട്ടുള്ളതായിട്ടാണ് ഈ കാർഡ് പറയുന്നത്. രണ്ടാമത്തെ കാർഡ് നാനോ കപ്പിന്റെ എനർജിയാണ്. 10 ബിഫോർ വരുന്നതാണ് 9. 9 എന്ന് പറയുമ്പോൾ ആ വ്യക്തി ഈ ബന്ധത്തിൽ ഒത്തിരി സാറ്റിസ്ഫൈഡ് ആണ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തി ഒത്തിരി സാറ്റിസ്ഫൈഡ് ആണ് ഈ എനർജിയിൽ. അപ്പൊ നാനോ കപ്പിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് സാറ്റിസ്ഫൈ ആയിട്ടുള്ള ഒരു സ്നേഹമാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ആ വ്യക്തി സാറ്റിസ്ഫൈ ആണ് എന്നാണ് നാനോ കപ്പിന്റെ കാർഡ് നമുക്ക് പറയുന്നത്. അപ്പം പുള്ളി ഒന്നും തുറന്ന് പറയാനും ഒന്നും താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ആ വ്യക്തിയെ വളരെയധികം ഇഷ്ടമാണ്. ആ വ്യക്തിക്ക് ഇങ്ങോട്ട് വളരെയധികം ഇഷ്ടമാണ്. പക്ഷെ ഒരു ഡീറ്റെയിൽസ് ഒന്നും ആ വ്യക്തി പറഞ്ഞിട്ടില്ല. എന്നാലും ഈ ബന്ധം മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഒരു മുന്നോട്ട് പോകണം എന്നാശിക്കുന്ന ഒരു ബന്ധത്തിന്റെ കാർഡാണ് നാനോ കപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത കാർഡ് ഡെത്ത് ആൻഡ് ഡീപർത്ത് ആണ്. അപ്പം പ്രീവിയസ്ലി ഈ വ്യക്തി പലതിനെ അക്സെപ്റ്റ് ചെയ്യാതിരുന്നിട്ടുണ്ടായിരിക്കുക. പല കാര്യങ്ങളെ ഈ ഓപ്പോസിറ്റ് റീഡിങ് കാണുന്ന വ്യക്തി പല കാര്യങ്ങൾ പറയുമ്പോഴും അക്സെപ്റ്റ് ചെയ്യാതിരുന്ന ഒരു എനർജിയാണ് ഈ കാണുന്നത്. അപ്പം അവർക്കൊരു മാറ്റം, ഒരു ചേഞ്ച് ഉള്ളിൽ നിന്ന് പ്രപഞ്ചം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇനി ചില കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് ചെവി തരികയും ഒക്കെ ചെയ്യുകയും അവിടെ ഒരു ഡെത്ത് ആൻഡ് റീബർത്ത് നടന്നിട്ടുണ്ടെന്നാണ് യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ ആ വ്യക്തിക്ക് ഒത്തിരിയധികം മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഒത്തിരി മാറ്റങ്ങൾ ആ വ്യക്തിയിൽ വന്നിട്ടുണ്ട്. അപ്പൊ കേൾക്കാനൊക്കെ ഒരു നമുക്ക് ചെവി തരുന്ന ഒരു ഇതിലേക്ക് വന്ന് നമ്മളെ അമ്പരിപ്പിക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു റീബർത്ത് ആ വ്യക്തിക്ക് റീബർത്ത് ഉണ്ടായി എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കുറേയധികം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഈ കാർഡ് നമ്മളെ കാണിച്ചു തരുന്നത്. അപ്പൊ അത് ചെറുതായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. മുന്നോട്ട് നല്ല വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. അടുത്തത് 5 ഓഫ് വാണ്ട്സിന്റെ എനർജിയാണ്. 5 ഓഫ് വാണ്ട്സിന്റെ എനർജി നമുക്ക് കാണിച്ചു തരുന്നത് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക, ഈ ബന്ധത്തിൽ തന്നെ ഒരു സംഘർഷങ്ങൾ, ആവശ്യമില്ലാത്ത വഴക്കുകള്, പ്രശ്നങ്ങള്, സംശയങ്ങളാവാം, അതൊക്കെ ഒത്തിരിയായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു സൊല്യൂഷൻ ആ വ്യക്തി ആലോചിക്കുന്നുണ്ട്. എപ്പോഴും അതിതീവ്രമായി പ്രശ്നങ്ങളാണ് ഈ ബന്ധത്തിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതാണെന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ആ വ്യക്തിയെ സംബന്ധിച്ച് ഒത്തിരി എതിരാളികളുണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ. അപ്പൊ ആ വ്യക്തിക്ക് ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു സങ്കടം തന്നെ ആക്കി തീർക്കുന്നുണ്ട്. അപ്പൊ ഈ 5 ഓഫ് സോർഡ്സിന്റെ എനർജി, 5 ഓഫ് വാണ്ട്സിന്റെ എനർജി പറയുന്നത് ഒത്തിരിയധികം എതിരാളികളെ എതിരിട്ടുകൊണ്ടാണ് ഈ ബന്ധം തുടർന്നുകൊണ്ട് പോകുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പൊ ഒരു പ്രണയ ബന്ധത്തിലാകാം അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലാകാം, എന്തായാലും ആ വ്യക്തി ഇങ്ങനെ ഒരു 5 ഓഫ് സോർഡ്സിന്റെ എനർജിയിലാണ്. അതുകൊണ്ടാണ് ആ വ്യക്തി തിങ്ക് ചെയ്യുന്നത് മുന്നോട്ട് പോകണം വേണ്ടയോ എന്ന്. ആ വ്യക്തി
എപ്പോഴും തിങ്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് എന്ന് പറഞ്ഞാൽ ഒട്ടും സാറ്റിസ്ഫൈ അല്ല എന്ന് പറഞ്ഞാൽ ഇത്രമാത്രം എതിരാളികൾ ഉണ്ടായെങ്കിൽ മുന്നോട്ട് പോകുന്നതിന് ഒട്ടും ഒരു ഇതില്ല എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം തരണം ചെയ്ത് വേണം ഈ വ്യക്തി മുന്നോട്ട് പോകാൻ. അപ്പൊ ആ വ്യക്തിക്കാണെങ്കിൽ മുന്നോട്ട് പോകണോ അതോ പിന്നോട്ട് പോകണോ എന്നൊരു മനോകുഴപ്പത്തിലാണ് ഇത് നിൽക്കുന്നത് എന്നാണ് ഈ എനർജി നമുക്ക് കാണിച്ചു തരുന്നത്. അടുത്ത എനർജി ആണെങ്കിൽ നമുക്ക് ത്രീ ഓഫ് സോഴ്സിന്റെ എനർജി. ത്രീ ഓഫ് സോഴ്സിന്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബന്ധത്തിൽ വന്നത് ശേഷം ആ വ്യക്തിക്ക് ഒത്തിരി മാനസികമായിട്ട് ഒത്തിരി വിഷമം ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ ഓപ്പോസിറ്റിലുള്ള നിങ്ങളുടെ സംസാരങ്ങളാവാം, പ്രവൃത്തികളാകും, എന്തെങ്കിലും ബിഹേവിയർ ആവാം, ആ വ്യക്തിക്ക് ഒത്തിരിയധികം മെന്റൽ ടോർച്ചർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ വ്യക്തി മുന്നേറ്റം വരാൻ ഭയങ്കരമായിട്ട് തടസ്സപ്പെടുന്നു എന്ന മനോദുഃഖമാണ്. ഈ ബന്ധത്തിൽ സക്സസ് അല്ലല്ലോ, സക്സസ് ആയ എല്ലാം കാണുന്നു എന്ന് പറഞ്ഞ് ആ വ്യക്തി ശങ്കിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് ബന്ധം കൊണ്ട് വേദനകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മുന്നോട്ട് വരാൻ ഒട്ടും തൽപരനായിട്ട് ഈ വ്യക്തി കാണുന്നില്ല. ഈ കാർഡില് നെഗറ്റീവ് കാർഡാണ്. അപ്പം യൂണിവേഴ്സ് പറയുന്നത് ആ വ്യക്തി മുന്നോട്ട് വരാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി മാനസികമായി ഒത്തിരി ഹർട്ടാണ് ഈ ബന്ധം കൊണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ സംസാരിച്ചവരൊക്കെ ഉണ്ടായെങ്കിൽ ഈ റീഡിംഗ് കാണുകയാണെങ്കിൽ അവർക്ക് ആ കാർഡ് റെസിനേറ്റ് ആവും. അപ്പം നാലാമത്തെ കാർഡ് വന്നിരിക്കുന്നത് കിങ് ഓഫ് സോർട്സ് എന്ന് പറയുവാണ്. അപ്പം നിശ്ചയദാർഢ്യം. അപ്പം ചിലവരൊക്കെ ഈ ഓരോ വ്യക്തികൾ ഓരോ ടൈപ്പ് ആയിരിക്കില്ല. ചില വ്യക്തികളൊക്കെ ചീറ്റിംഗ് ചെയ്തു പോയ എനർജിയിലായിരിക്കും നിൽക്കുന്നത്. എന്നാലും അവർ ചീറ്റിംഗ് ചെയ്താലും ഞാൻ ജീവിക്കും, ഞാൻ മുന്നോട്ട് പോകും എന്ന ഒരു നിശ്ചയദാർഢ്യത്തോടെയാണ് ഈ എനർജി മുന്നോട്ട് പോകുന്നത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെയും ഡിപ്പെൻഡ് ചെയ്തല്ല നമ്മളുടെ ജീവിതം പോകുന്നത്. നമ്മളുടെ സന്തോഷങ്ങളും നമ്മളുടെ ജീവിതവും നമ്മളുടെ കയ്യിലാണ്. അപ്പൊ ഈ കാർഡ് നമുക്ക് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് കറക്റ്റായ കാര്യം. ആരെയും നമ്മൾ വിട്ടുപോയവരെ ചെയ്യാതിരിക്കുക. നമ്മളുടെ എബിലിറ്റിയും ക്വാളിറ്റിയും കണ്ടിട്ട് നമ്മളിലേക്ക് വന്നു ചേരണം എന്നാണ് ഈ ഒരു എനർജി നമുക്ക് സൂചിക്കുന്നത്. അപ്പം ഈ വ്യക്തി ഒരു വൈകാരികത്തിനും വികാരത്തിനും അടിമപ്പെടുന്നില്ല. മുന്നോട്ടൊക്കെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുക. ഇഷ്ടമാണെങ്കിൽ വന്നോട്ടെ, ഇല്ല എങ്കിൽ പൊയ്ക്കോട്ടെ എന്നൊരു വികാരത്തിലാണ് ഈ വ്യക്തി ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ കിങ് ഓഫ് സോർട്സ് കാണിച്ചു തരുന്നത്. അപ്പം ആ ഓപ്പോസിറ്റ് ഉള്ള വ്യക്തിയുടെ എനർജി ഇങ്ങനെയാണ്. വന്നാൽ എന്ത് പോയാൽ എന്ത് ഒന്നുമല്ല. ആ വ്യക്തിക്ക് സ്വന്തമായിട്ട് ജീവിക്കാനുള്ള ധൈര്യവും വിവേകവും ബുദ്ധിയും ആവശ്യത്തിലധികം ഉണ്ട്. അതുകൊണ്ട് വരുന്നെങ്കിൽ വരട്ടെ, ഇല്ല എങ്കിൽ വേണ്ട എന്നുള്ളൊരു അഭിപ്രായത്തിലാണ് ഈ എനർജി യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നത്. ഓൾ ഓവർ ആയിട്ട് ഈ 5 ഓഫ് വാൺസും 3 ഓഫ് സോഴ്സും ആണ് നെഗറ്റീവായിട്ട് വരുന്നത്. ബാക്കിയെല്ലാം പോസിറ്റീവ് കാർഡ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ റീഡിംഗ് ചിലപ്പോൾ ചിലവർക്കൊക്കെ റെസിനേറ്റ് ആവും, ചിലവർക്ക് റെസിനേറ്റ് ആവില്ല. അപ്പം റെസിനേറ്റ് ചിലവർക്കൊക്കെ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. റെസിനേറ്റ് ആയവർ താങ്ക് യു യൂണിവേഴ്സ് എന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഈ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു.